ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് അടിപൊളി ബ്രോക്കോളി കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ. അതിനൊരു നല്ല വലിയൊരു ബ്രോക്കോളി എടുത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിന് ശേഷം അരിഞ്ഞ ബ്രോക്കോളിയെല്ലാം നമുക്ക് ഒരു മൾട്ടി കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുഴുക്കളോ എന്തെങ്കിലും അണുക്കളോ ഉണ്ടെങ്കിൽ മാറും. അതിന് ശേഷം വേവിച്ചിരുന്ന ബ്രോക്കോളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് റോയൽ ഫോർഡ് കമ്പനിയുടെ ഗ്രാനൈറ്റ് ഇൻഡക്ഷൻ ബേസ് ഫ്രൈ പാനിലാണ്. 28 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഫ്രൈ പാനാണ്. അതിൻ്റെ പിടിയാണ് ക്വാളിറ്റി പിടിയാണ്, നല്ല സിലിക്കോൺ പിടിയാണുള്ളത്. ഇതിൻ്റെ 1 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. അത് ആലപ്പുഴ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല അഫോർഡബിൾ റേറ്റ് കിട്ടിയതാണ്. സാധിക്കുന്നുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്യുക. ഒന്നത്തേക്ക് പാൻ ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് വേപ്പില കട്ട് ചെയ്തത്, ഇത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചെയ്യാൻ. പിന്നെ അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് നല്ല രീതിയിൽ വാടിയെടുക്കാം. അതിൻ്റെ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വാട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രോക്കോളി, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രോക്കോളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ബ്രോക്കോളിയും നമ്മുടെ സവോളയും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ചതച്ച കുരുമുളക് ഇടുക. കുരുമുളകാണ് ഇതിനകത്തെ മാസ്റ്റർ ഐറ്റം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ലൊരു കുരുമുളകിൻ്റെ ഫ്ലേവർ അനുഭവപ്പെടും. മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഞെരടി വെച്ചതും കൂടെ ഇടുക. ആ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ബ്രോക്കോളി എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. അതിനുശേഷം പൊടിച്ച് വെച്ച ബ്രെഡ് പൊടി ഇടുക. നമുക്ക് നല്ലൊരു ഉണ്ടയാക്കി എടുക്കാൻ പിടുത്തം കിട്ടാൻ വേണ്ടിയാണ് ബ്രെഡ് പൊടി ഇടുന്നത്. ബ്രെഡ് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ബ്രോക്കോളിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ആറുന്ന വരെ നമുക്ക് മാറ്റി വെക്കാം. സമയത്ത് കട്ട്ലേറ്റ് മുക്കിയെടുക്കാനുള്ള മുട്ട മിക്സർ ശരിയാക്കി എടുക്കുക. 2 മുട്ട എടുത്ത് പൊട്ടിച്ച് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. അതിനാവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് തണുത്തിരിക്കുന്ന നമ്മുടെ ബ്രോക്കോളി മിക്സ് ചെറിയ ചെറിയ ഉരുണ്ടകളായി എടുത്ത് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. അതെല്ലാ മിക്സും കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഓരോ കട്ട്ലേറ്റും മുട്ട മിക്സിൽ മുക്കി അതേപോലെ ബ്രെഡ് പൊടിയിലും കൂടെ ചേർത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് എയർ ഫ്രയർ വെച്ചാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിൽ എണ്ണയൊക്കെ തൂകി ശരിയാക്കി വെക്കുക. ആ സമയത്ത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റിൽ എയർ ഫ്രയർ വെക്കാം. എണ്ണ വെക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു മയം കിട്ടാൻ വേണ്ടി, എണ്ണ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എയർ ഫ്രയറിന് വെക്കുന്നതിന് മുമ്പ് തന്നെ എണ്ണ കോരുന്നത്. എണ്ണ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റ് ഉണങ്ങിപ്പോവുകയും പലർക്കും അതിൻ്റെ എണ്ണ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെടാതെയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എയർ ഫ്രയർ വെക്കുന്നതിന് മുമ്പ് തന്നെ എണ്ണ തേച്ച് വെക്കുന്നത്. ടൈം സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 20 മിനിറ്റ് ടൈമും ടെമ്പറേച്ചർ ഒരു 155 to 190 ടെമ്പറേച്ചറും വെച്ചിട്ടാണ് കട്ട്ലേറ്റ് വറുത്തെടുക്കുന്നത്. നമ്മൾ കട്ട്ലേറ്റിന് വെച്ചതിന് ശേഷം ഒരു പകുതി ടൈം ആകുമ്പോൾ എടുത്ത് അതിൻ്റെ പുറം ഭാഗവും നമ്മൾ ആദ്യം മുകളിൽ വെച്ച് അതിൻ്റെ അടിഭാഗവും എണ്ണ ഒന്ന് തൂകി വിടുക, ഒന്ന് ബ്രഷ് ചെയ്ത് വിടുക. അങ്ങനെ 2 സൈഡിലും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് നല്ല എണ്ണയിൽ നിന്ന് പൊരിച്ച് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും. കൊടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ കട്ട്ലേറ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഈ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ കൂടുതൽ ഗ്യാസ് കളയാതെ സേവ് ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് എയർ ഫ്രയർ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ഹെൽത്തും അതേപോലെ തന്നെ എണ്ണയും ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഞാൻ ബ്ലൂബെറിയുടെ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ശരിയായിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, കമൻറ്റ് രേഖപ്പെടുത്തുക. എല്ലാവർക്കും താങ്ക് യു.